ഗൈസ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ഞണ്ട് കറിയാണ്. ഞണ്ട് കറിയല്ല, ഞണ്ട് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ അമ്മേൻ്റെ ചാനലിലാണ്. കാരണം എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല. ആദ്യം തന്നെ നമ്മൾ ഈ ഞണ്ടിൻ്റെ അകത്ത് എന്തെല്ലാം കുറച്ച് പൊടിയിലിട്ട് മൊത്തം എന്തെല്ലാം പൊടിയട്ടെ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്. ഞാൻ പറഞ്ഞോളൂ, തക്കാളി, ഉള്ളി, പച്ചമുളക് നമ്മള് ഇതില് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ആക്കിയില്ല. വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിപ്പോ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയല്ലേ വെക്കേണ്ടത്, പക്ഷെ ഞാൻ ഇങ്ങനെ തൽക്കാലം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കുറച്ചേരം ഇങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഞാൻ പറയും ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് കുഞ്ഞുള്ളി കുറെ അരിയുന്നുണ്ട്. അപ്പൊ കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത് ഇടാൻ പോവാണ്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ സ്വന്തം ഇഞ്ചി, നമ്മള് സ്വന്തം നട്ട് വിളയിച്ചെടുത്ത ഇഞ്ചിയും പിന്നെ അതിൽ പെരക്കിയ മഞ്ഞളും എല്ലാം നമ്മളെ സ്വന്തം തന്നെയാണ്. ഇപ്രാവശ്യം 5 കിലോ പൊടി കിട്ടി. ഞാൻ വരുമ്പോഴത്തേക്ക് യൂട്യൂബർ പിന്നെ എന്റെ ഞണ്ടല്ലോ കഴുകി വെച്ചളഞ്ഞു. അത് ഞാൻ ചെയ്യേണ്ട പണിയില് എന്തിനാ അങ്ങനെ ചെയ്തേ? കഴുകണ്ടേ, ഞണ്ട് സാധനം കഴുകണ്ടേ? നിന്റെ വിചാരം നീ ഇങ്ങനെ പറയുമ്പോ തന്നെ അത് കഴുകി അത് മാറ്റി വെക്കണം ഓരോന്നോരോന്നായി. എല്ലാം ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാം മിക്സ് ആക്കി വെച്ചിരിക്കും. കുളിക്ക് സ്വന്തം ഞണ്ട് തന്നെ വൃത്തിയാവും. ഇവനിങ്ങനെയാണ് ഇരുന്നാ മതി, ഞണ്ട് തന്നെ സ്വയം എല്ലാം ചെയ്തിട്ട് ഇവന്റെ മുന്നിൽ പ്ലേറ്റ് എത്തുന്നു. അങ്ങനെയല്ല അതിനുള്ളിൽ ഒരാള് വേണം ഇങ്ങനെ വൃത്തിയാക്കാനും. വൃത്തിയാക്കി തന്നാ മതി, ഞാൻ ചെയ്തോളാം കേട്ടോ. ചെയ്യാൻ ഒരു 100 ഓട്ടം വിളിച്ചിട്ടില്ല, ഫോണ് കുത്തി. അപ്പൊ നമുക്ക് ദേശം വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ ഇഞ്ചി എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാല് ഓൾറെഡി നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് നമുക്കിപ്പോ തൽക്കാലം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചു തരാം. ഞാനിങ്ങനെ ആക്കുമ്പോ തീ കത്തും, കാണോ? കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കത്തുന്ന്. ഇനിയിപ്പോ അടുത്ത ചട്ടി ഇവിടത്തേക്ക് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ വരും, കണ്ടോളൂ. ഞാൻ പറഞ്ഞില്ലേ ചട്ടി വരുന്നത്, ചട്ടി വന്നില്ലേ? ഇനി എല്ലാം നമ്മളിങ്ങനെ ചെയ്യും. ഇതാണ് ബീന, യൂട്യൂബർ ബീനയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചട്ടി ചൂടാവണം. ചട്ടി ചൂടായതിനു ശേഷം നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ടാകാൻ പോകുന്നത്. ചട്ടി ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്പം വെളിച്ചെണ്ണ വെച്ചോ. അല്പം വെളിച്ചെണ്ണ വെച്ചു. ഇനി അത് ചൂടാകുമ്പോൾ നമുക്കിതാ അത് ചൂടായി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വരണ്ട് വരട്ടെ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. കാരണം നല്ലൊരു ബ്ലൗ ഇടും. ഇതങ്ങനെ വലിയ പണിയുള്ള ഒരു കറിയൊന്നുമല്ല, ഒരു വരട്ടൊന്നുമല്ല, ഇത് സിമ്പിളാണ്. ഉണ്ടോ? പരിപാടി ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി, അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഞണ്ട് നമുക്ക് ചിക്കൻ മസാല വെക്കണം. അപ്പോൾ ഞണ്ടിൻ്റെ ടേസ്റ്റ് ചിക്കൻ ടേസ്റ്റാവും. തട്ടിക്കോളി ഇഷ്ടമൊക്കെ. യെസ്. അപ്പോൾ ആ മസാലയും കൂടി ഒന്ന് സെറ്റായി വരട്ടെ. മാറി ഇച്ചിരി പൊടി മഞ്ഞപ്പൊടി ഇടാം. പോയി പോയി അത്രേ ഉള്ളൂ. അത് കുറച്ച് കൂടുതലാണ്. വേഗം മസാല ആയിരിക്കും. അയ്യോ അങ്ങനെയല്ലേനു, ഇത് കളക്കിയ അങ്ങനെയല്ലേ മാഗി വെക്കുന്ന പോലെ നോക്കണ്ടേ. കുറച്ച് വെള്ളം മറന്ന് വെള്ളം ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മണ്ടത്തി. കുറച്ച് മാഗി മസാല അടിപൊളിയാവും കേട്ടോ. അപ്പൊ ഇതൊന്ന് ചൂടായിട്ട് ഒന്ന് വരണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇതിലെന്ന് വെച്ചാൽ ഈ ഞണ്ടിന്റെ വെള്ളം തന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. ഇതിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല. ഇനി എന്താ വെച്ചാൽ വെള്ളം ചേർക്കുന്നതിനാ ഇതിന്റെ രുചി നമുക്ക് കുറഞ്ഞു കിട്ടുക ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഈ ഞണ്ടിന്റെ വെള്ളത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അതായത് ചെറിയ തീയിൽ സ്ലോ കുക്ക് ആയിട്ട് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താൽ മതി, നമുക്ക് തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഞണ്ടിന്റെ വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഞണ്ടിന്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലാണ് ഇത് കുക്കാവേണ്ടത്, അല്ലാണ്ട് പച്ചവെള്ളം ഒരിക്കലും വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് ടേസ്റ്റ് പോകും. അപ്പോൾ ഈ ഞണ്ടിന്റെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാണ് ഇത് മറ്റേ കള്ളി ഷാപ്പ് സ്റ്റൈല് ഞണ്ട് കറിയാണ്. എന്താ വെച്ചാൽ
ആ ഒരു ലെവലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഞണ്ടിൻ്റെ വെള്ളം ഇതാ, ഞണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വാട്ടർ, അതിൽ നിന്നാണ് ഇത് ഇങ്ങനെ തിളക്കുന്നത്. അതെ, അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ തിളച്ച് വരുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കോരി ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ നല്ല പണിപ്പാളും, അടിക്ക് പിടിക്കാൻ പാടില്ല. ഇതിപ്പോൾ ഫുൾ തീ ഞണ്ടിൻ്റെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞണ്ടിൽ നിന്നൊരു ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇത് ഫുൾ തീയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് വേവണ്ട നമുക്ക്. ഞണ്ടിനെ ആ വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കണം. ഇതാ ഞണ്ടിനിങ്ങനെ ആ വെള്ളത്തിലൊന്ന് ഇങ്ങനെ മുക്കി വെച്ചിട്ട് അതിങ്ങനെ തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ഒരു രുചി കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ കഴിച്ച് ഇതാ നമ്മുടെ ഞണ്ട് ഇതെങ്ങനെ വരണ്ട് ഇതാ നല്ല സെറ്റായിട്ടുണ്ട്. വരണ്ട് വന്നിട്ടുണ്ട് ഇതാ. പക്ഷെ വെന്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അത് നോക്കിയല്ലേ തിരിയും വന്നിട്ടില്ലോ. അത് വന്നിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തില്ലേ അതുപോലെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണം. എപ്പോഴും ചെയ്യുന്ന നിങ്ങളെ കാണിച്ചല്ലോ. ഇതാ എത്രയോ കൊണ്ട് ഇതാ സ്ലോ കുക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ചൊന്ന് സ്പീഡ് കുക്ക് ചെയ്യാം. തീ കൂട്ടി പാത്രം ലെവലാക്കിയതാ. ഇത് കടലിഞ്ഞണ്ടാണ്. അപ്പോൾ വെന്താ റെഡ് കളറൊന്നും ആവില്ല. ഇത് തന്നെ കളർ. കടലിനുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടോണ്ടല്ല. കണ്ടോ ലാസ്റ്റ് രണ്ട് നമുക്കൊന്ന് ഇതായിട്ടുണ്ടാവും. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് മാക്സിമം ആയിട്ടുണ്ട്. അല്ല കരിഞ്ഞു കൊണ്ടും ഇതാ ഇതിന് മാക്സിമം ഇത് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ നല്ല ഞണ്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, ഇത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഒരു സാധനം റെഡിയാവും. ഇനി നമ്മൾ ചോറിൻ്റെ കൂടെ തിന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ടാറ്റ പറ, ബൈ പറ. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇങ്ങനെയാക്കോ നീക്കത്ത്. ഓക്കെ, അത് കത്തിക്കേ.